അപ്പോഴാണ് 2006 സംഭവിക്കുന്നത്. സൂപ്പറായ ഗ്രഹം അല്ലാതായി ഊഹിക്കാൻ സൂപ്പർഗ്രഹമായിരിക്കും. നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നുണ്ട്. അത്തരം ഡൈലമകളിലൊന്നും നമ്മൾ പെടില്ല. നമ്മളിവിടെ വളരെ സേഫായിട്ട്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു പഠന പ്രോജക്റ്റ് ചെയ്തത് സൂപ്പർ എന്തുകൊണ്ട് ഗ്രഹം അല്ലാതാക്കി എന്നതിനെ കുറിച്ച് അന്വേഷണം. അപ്പൊ അതിന്റെ വൈവയ്ക്കുള്ള ടീച്ചർ. അപ്പൊ ഞാൻ ഈ പ്രോജക്റ്റ് ചെയ്തതിന് പരീക്ഷയുടെ തലേന്ന് ഞാൻ കൂടുതലും എക്സാമിനേഷൻ ഇതിന് പഠിച്ചു. വൈവ അതിന്റെ കൂടെയാണ്. ഞാൻ ഈ ടെസ്റ്റിന് ഇത്തിരി ടെൻഷൻ ഉണ്ടാകും. ടീച്ചർ എന്തൊക്കെയാണ് ചോദിക്കുന്ന അറിയില്ല, വരുന്ന എക്സാമിന് എന്തൊക്കെ ചോദിക്കുന്ന അറിയില്ല. അപ്പോൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ടെൻഷനാണ് ഞാൻ വെക്കുന്നത്. ടീച്ചർ എന്റെ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ടെൻഷൻ നിൽക്കാം. ഓരോ പേജ് വായിക്കുന്നതോറും നമുക്ക് ടെൻഷനാണ്. എന്തൊക്കെയാണ് ചോദിക്കാൻ പോകുന്നത് പറയാൻ പറ്റും. അപ്പൊ ഞാനിങ്ങനെ ടെൻഷന്റെ ആ സബ്മിറ്റിൽ നിൽക്കുന്ന സമയത്ത് ടീച്ചർ എന്റെ നോക്കി തിരിച്ചു. അപ്പൊ അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ ഗ്രഹനിലയിൽ മാറ്റി. അപ്പൊ ഞാൻ ഈ ടെൻഷന്റെ മുകളിൽ നേരെ താഴെ ഇറങ്ങിപ്പോകും. പിന്നെ ഇനി നമ്മുടെ കയ്യിലാണ് പോകും. പക്ഷെ അവിടെ വെച്ച് ടീച്ചർ പറയാൻ മാത്രമാണ് അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല. അവിടെ ഉള്ളത് നൈസായിട്ട് ഡിപ്ലോമാറ്റിക്കായിട്ട് ഞാൻ പറഞ്ഞു. നമ്മളിപ്പോ ഗ്രഹമൊന്നും വിളിച്ചാലും ഇല്ലെങ്കിലും പുതുക്കോടുണ്ടല്ലോ. അപ്പൊ അധികം പേരുടെ കയ്യിൽ നമ്മൾ പറഞ്ഞു കഴിച്ചില്ലേ. അതാണ് അവസ്ഥ. സ്വാഭാവികമായി ഞാൻ ഫിസിക്സിൽ മേജർ ചെയ്ത ഒരാളാണ്. ഫിസിക്സിൽ മേജർ ചെയ്ത ഫിസിക്സ് പഠിപ്പിക്കുന്ന ആളായി. ഓക്കെ, ഇതൊന്നും ആ ഗ്രഹങ്ങളിൽ നമ്മൾ കാണില്ല. എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഈ ഗ്രഹങ്ങളിലേക്ക് ആധാരമായ പുസ്തകങ്ങൾ എഴുതപ്പെടുന്ന സമയത്ത് ആർക്കും യുവാനത്തെയും നെറ്റുവിനെയും കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് സത്യം. വണ്ടി കിട്ടാൻ അവിടെ നിന്ന് പോയതുകൊണ്ട് മറ്റ് സ്റ്റോപ്പുകളിൽ നിന്നും കയറിയ ഗ്രഹങ്ങളെ കുറിച്ചൊന്നും ഇല്ലാതെ പോയി. പക്ഷെ ഇപ്പോഴും നമുക്ക് ഇത് മതി. നമുക്ക് ഈ ഗ്രഹങ്ങളെ വേണ്ട നാളെ പ്രവചിക്കാൻ എന്നുള്ളതാണ് അതിനകത്ത് രസം. അതായത് നിങ്ങൾ എങ്ങനെ ചോദിച്ചാലും മരിക്കും ഇത് വെച്ചിട്ടല്ല പ്രവചിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ അമേരിക്കയിൽ ഹോളിവുഡ് ആക്ടർ ഉണ്ട് സിൽവസ്റ്റർ സ്റ്റാലൻ. സ്റ്റാലനെ പോലെ ഫേമസ് ആണ് സ്റ്റാലന്റെ അമ്മ. അവരുടെ പേര് ജാക്വിലിൻ സ്റ്റാലൻ. സിൽവസ്റ്റർ സ്റ്റാലൻ, സ്റ്റാലന്റെ അനിയൻ ഫ്രാങ്ക് സ്റ്റാലൻ, ഇങ്ങനെ രണ്ട് സെലിബ്രിറ്റീസിന്റെ അമ്മയാണ്. അമ്മയും സെലിബ്രിറ്റിയാണ്. അമ്മ ആക്ട്രസ് അല്ല, അമ്മ ഒരു റംപോളജിസ്റ്റാണ്. റംപോളജിനാണ് RUMP റംപ് ചേർക്കുന്നതാണ്. ഈർപ്പട ആസനം മലയാളം ചന്തി എന്ന് പറയുന്ന അവയവമാണ് റംപ്. അപ്പൊ റംപോളജി എന്നാണ് അതെന്നാണ്. അതായത് ആസനത്തിലെ ക്രിസ്റ്റൽ തോന്നുന്നു അതിന്റെ ഷേപ്പ് വലുത് ഭാഗമാണോ ഇടത് ഭാഗമാണോ വലുത് ചെറുത് വലുപ്പ വ്യത്യാസങ്ങൾ ഇതെല്ലാം വെച്ചിട്ട് നമ്മുടെ ഭാര്യ പ്രവചിക്കാൻ പറ്റും. ജാക്കിയിലും കുഴപ്പമൊന്നും നമ്മൾ സൈറ്റിക്കേട് നോക്കൂ. അവരുടെ സക്സസ് സ്റ്റോറി പറഞ്ഞപോലെ ജാക്കിയിലും അവരുടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവരെല്ലാം ആസനത്തിലെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും. എത്ര ശോഭനമായ രീതിയിൽ അവരവിടെ ഫേമസ് ആണ്. ഞാൻ പറഞ്ഞു ഇതിന് ഗ്രഹമൊന്നും വേണ്ട, അത് വേറെയാണ്. ഓക്കെ, ബൈ അടുത്ത പ്രശ്നം കുറച്ച് ടെക്നിക്കലാണ്, ഞാൻ പെട്ടെന്ന് പറയാം. അതായത് ഈ ഗ്രഹങ്ങളുടെ സ്ഥാനം പറയുന്ന രാശിചക്രം എന്ന് പറയുന്നത് ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ബേസ് ചെയ്താണ്. ഈ അച്ചുതണ്ടിന് ഒരു കുഴപ്പമുണ്ട്. ഈ അച്ചുതണ്ടിന് ഇങ്ങനെ ഭൂമിയുടെ ഈ അച്ചുതണ്ട് ഇങ്ങനെ ഒന്ന് തിരിയും. ഭൂമി തിരിയുന്നതല്ല, ഭൂമിയുടെ അച്ചുതണ്ട് മൊത്തത്തിൽ ഇങ്ങനെ തിരിയും. അതിനെ പ്രിസഷൻ അല്ലെങ്കിൽ ഗ്രഹണം എന്നാണ് പറയാം. പ്രിസഷൻ എന്ന് പറഞ്ഞ കാരണം എന്താണ് സംഭവിക്കുന്നത്? ഈ അച്ചുതണ്ടിന് നേരെ മുകളിൽ നിൽക്കുന്ന നക്ഷത്രമാണ് ധ്രുവനക്ഷത്രം. അപ്പൊ ഇത് തിരിഞ്ഞു കഴിഞ്ഞാൽ ധ്രുവനക്ഷത്രം കാലാകാലമായി മാറും. ഇന്ന് നമ്മൾ ധ്രുവനക്ഷത്രം എന്ന് വെക്കുന്നത് നമ്മൾ വടക്കൻ ചക്രവാളത്തിൽ കാണാൻ സാധിക്കുന്ന പൊളാരിസ് നക്ഷത്രമാണ്. പണ്ട് പൊളാരിസ് അല്ലായിരുന്നു. നമ്മൾ 2000 വർഷം മുമ്പത്തെ ഏതെങ്കിലും പുസ്തകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ധ്രുവനക്ഷത്രം വിളിക്കുന്നത് ചൂവൻ വേറെ നക്ഷത്രമാണ്. ചൂവൻ നമ്മൾ നോക്കി ആകാശത്ത് കാണാൻ പറ്റും, പക്ഷെ അത് ധ്രുവനക്ഷത്രമാണ്. ഇന്ന് 2000 വർഷം മുമ്പോട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ അപ്പൊ ഈ അക്ഷരം നിൽക്കുന്നത് പൊളാരിസിന് നേരെയല്ല, വേഗ മറ്റു നക്ഷത്രത്തിന് നേരെയാണ്. പറഞ്ഞത് ഈ കറക്കം കാരണം ധ്രുവനക്ഷത്രം മാറും. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ രാശിചക്രം നിൽക്കുന്നത്. അപ്പൊ രാശിചക്രം തിരിയും. അതായത് ഇന്ന് ഓഗസ്റ്റ് 11 ദിവസത്തിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ എവിടെയൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ 2000 വർഷം മുമ്പ് ആ രാശിയിലല്ല ഈ ഗ്രഹങ്ങൾ നിന്നിട്ടുണ്ടാവുക. ഇത് മാറിയിട്ടുണ്ടാവും. നമ്മൾ ഫലം പ്രവചിക്കുന്നത് ഓഗസ്റ്റ് 1 പ്രകാരം ഇന്ന രാശിയിലാണ് ഇന്ന ഗ്രഹം എന്ന് കണക്കാക്കിയിട്ടാണല്ലോ ഫലം എഴുതുക. പക്ഷെ 2000 ഈ പുസ്തകം ഫലം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന പുസ്തകം ഉണ്ടല്ലോ, ഓണാക്കോ എന്തോ ആയിക്കോട്ടെ, ആ പുസ്തകം എഴുതുന്ന സമയത്ത് ഓഗസ്റ്റ് 1 തുല്യമായ സമയത്ത് ഈ ഗ്രഹം ആ രാശിയിലായിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ പറയേണ്ടത് നോക്കേണ്ട രാശി അല്ലത്, രാശി വേറെ. ഇതിപ്പോഴും നമ്മൾ നോക്കിയറിയാം. ഈ ഒന്നിലധികം ഓഗസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അവർ പലരും ഒരേ ഡേറ്റിന് പല രാശികളാണ് പ്രവചിക്കുക.
പ്ലാന്റ് ആക്സിഡന്റ് നടന്നതായിരിക്കും. റഷ്യയിലെ ചെർണോബിൽ പ്ലാന്റ് അപകടമുണ്ടായി. പ്ലാന്റിൽ നിന്ന് റേഡിയോ ആക്ടിവിറ്റികളുടെ പുറത്തേക്ക് വരുന്നതുകൊണ്ട് ആളുകളെ സംരക്ഷിക്കണം. ഈ അതിന് ചുറ്റും ഒരു കോണുണ്ട്, പ്രത്യേക സ്ഥലത്ത് ആൾക്കാരെ മാറ്റുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം ഗുണമായാലും ദോഷമായാലും ഒരു ഡിസ്റ്റൻസ് എടുക്കും. അതിന്റെ സോഴ്സ് ഏതാണോ അത് നമ്മളിൽ നിന്ന് എത്രത്തോളം ദൂരെയാണോ അത്രത്തോളം ഫലം കുറഞ്ഞിരിക്കും. നമ്മുടെ പ്രകൃതിയിലെ എന്ത് സാധനം എടുക്കും, എന്ത് പ്രഭാവം എടുത്തു കഴിഞ്ഞാലും ആ സ്രോതസ്, അതിന്റെ പ്രഭാവം ഉണ്ടാക്കുന്ന സ്രോതസ്സിൽ നിന്ന് ദൂരം കൂടുമ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു വരും. അതിനകത്ത് എക്സെപ്ഷൻസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. എക്സെപ്ഷൻസ് ഒന്നുണ്ടെങ്കിൽ മുഴുവൻ നമ്മുടെ കോമൺ സെൻസ് മുഴുവൻ തകരം പറഞ്ഞു പോകും. അപ്പോഴാണ് നമ്മൾ ഇവിടെ വിശ്വസിക്കുന്നത്. ഉദാഹരണത്തിന് വൈദഗ്ധ്യത്തിന്റെയോ വിവാഹം നടക്കാൻ പാടില്ലാത്തതിന്റെയോ ഒക്കെ സൂചനയായിട്ടാണ് പ്രകാശിക്കുന്നത്. ഇനി ചൊവ്വ ദൂരെയായിരിക്കുമ്പോഴും ചൊവ്വ അടുത്തായിരിക്കുമ്പോഴും ഈ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്. ചൊവ്വ അടുത്തായിരിക്കുമ്പോൾ ദൂരെയായിരിക്കുമ്പോഴും പുറത്തു വരുന്നത് ഭൂമി ചൊവ്വയിൽ നിന്നുള്ള ദൂരം പരിഹരിക്കണം. ഭൂമിയും ചൊവ്വയും സൂര്യന് ചുറ്റും കറങ്ങുന്ന രണ്ട് ഗ്രഹങ്ങളാണ്. ഇവ രണ്ട് അകലങ്ങളിൽ രണ്ട് വേഗത്തിലാണ് സൂര്യന് ചുറ്റും പോകുന്നത്. അപ്പൊ ഇവ തമ്മിലുള്ള ദൂരം, സൂര്യനും ചൊവ്വയും തമ്മിലുള്ള ദൂരം മാറി മാറി വരും. അത് ഏറ്റവും അടുത്ത് വരുമ്പോൾ ഏതാണ്ട് 5.5 കോടി കിലോമീറ്ററും ഏറ്റവും ദൂരെ ആയിരിക്കുമ്പോൾ 40 കോടി കിലോമീറ്ററും. 5.5 കോടി മുതൽ 40 കോടി വരെ മാറുന്നുണ്ട് ഭൂമിയും ചൊവ്വയും തമ്മിലുള്ള ദൂരം. അപ്പോ ചൊവ്വയ്ക്ക് ഈ പറയുന്ന പ്രധാനങ്ങൾ ഉണ്ട്. നിങ്ങളുടെ കല്യാണം നടത്താനോ നിങ്ങൾക്ക് ജോലി തരാനോ പോകാൻ സാധ്യതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനിക്കുന്ന സമയം ചൊവ്വ ഭൂമിയിൽ നിന്ന് എത്ര ദൂരെയായിരുന്നു എന്ന് പരിഹരിക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെ പരിഹരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സയന്റിഫിക് അടുത്തായിരിക്കുന്ന ഫലം കൂടുകയും ദൂരെയായിരിക്കുമ്പോൾ കുറയുകയും ചെയ്യും. പക്ഷേ ഈ ദൂര വ്യത്യാസമൊക്കെ മോഡേൺ സയൻസിന്റെ കണ്ടെത്തലുണ്ട്. ഇത്രയും വ്യത്യാസത്തെ കുറിച്ച് പണ്ട് ധാരണയില്ലായിരുന്നു. അന്ന് ദൂരം പരിഗണിച്ചിട്ടേയില്ല. അത് പറയുമ്പോൾ സ്ഥിരം കേൾക്കാവുന്നത് വേറൊരു അറിവാണ്. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു പ്രഭാവമുണ്ട്. നമ്മൾ ദൂരം ഭാവി തീരുമാനിക്കുന്ന ആ പ്രഭാവത്തിന് ദൂരമായിട്ട് ദൂരം എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്ന് ചോദ്യത്തിന് മറുപടി ചോദ്യമായിട്ട് വരുന്നത് ദൂരത്തിലുള്ള റോൾ ഇല്ലെങ്കിലോ അതൊന്നും അടുത്ത ചോദ്യം വരും. ദൂരത്തിന് ഇതിൽ റോളം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി വലിയ കുഴിയിലേക്കാണ്. കാരണം നിങ്ങൾ ഈ ഭൂമിയിൽ നിന്നും ദൂരം പിടിച്ചു കഴിഞ്ഞാൽ ഈ ദൂരം നിങ്ങൾക്ക് പിടിക്കാവുന്ന ടൈപ്പിന് ശനിയൊന്നുമില്ല. ഓക്കെ, അപ്പൊ ശനിയേക്കാൾ അപ്പുറത്തേക്കുന്ന യുറാനസ്, അതിന്റെ അപ്പുറത്തേക്കുന്ന നെപ്റ്റ്യൂൺ, അതിന്റെ അപ്പുറത്തേക്കുന്ന പ്ലൂട്ടോ പോലുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആസ്ട്രോയിഡ്, അതിന്റെ അപ്പുറത്തുള്ള ഊർജ്ജ ക്ലബ് എന്ന് പറയുന്ന ചെറിയ 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 ഐസ് പാളികളുള്ള വലിയൊരു പടലം, അതിനുശേഷമുള്ള നക്ഷത്രങ്ങൾ, അതിന് വെളിയിൽ കിടക്കുന്ന ഗാലക്സികൾ, അതിന് വെളിയിൽ കിടക്കുന്ന ഗാലക്സി ക്ലസ്റ്ററുകൾ, ഇങ്ങനെ എണ്ണിക്കഴിഞ്ഞാൽ ഗ്രഹനിലയിൽ കൊള്ളാൻ കഴിയാത്ത പല സാധനങ്ങളും. ദൂരം ഒരു വിഷയമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദൂരത്തെ എഴുതണം. ഇവിടെ നിന്ന് 25 ലക്ഷം വർഷം അകലെ, പ്രകാശ വർഷം അകലെ കിടക്കുന്ന ആൻഡ്രോമീഡ ഗാലക്സി അനുഭവപ്പെട്ടത്. ആൻഡ്രോമീഡ ഗാലക്സി എന്ന് പറഞ്ഞാൽ 10,000 കോടി നക്ഷത്രങ്ങൾ ചേർന്നൊരു ഭീമൻ സാധനം. അപ്പോ അതിനെ ഉൾപ്പെടുത്താതിരിക്കാൻ ഒരു കാരണം ദൂരമാണെന്നുണ്ടെങ്കിൽ ചൊവ്വയും ഭൂമിയും നിന്നുള്ള ദൂരം ആണെന്ന് പരിഗണിക്കും. ചൊവ്വയും ഭൂമിയും നിന്നുള്ള ദൂരം പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൻഡ്രോമീഡ ഗാലക്സിയിലുള്ള പല സാധനങ്ങളെയും പരിഗണിക്കേണ്ടി വരും. പിന്നെ ചില മൂന്ന് കാര്യങ്ങൾ